2001 പുറത്തിറങ്ങിയ നോക്കിയയുടെ ഏറ്റവും മികച്ച പരീക്ഷണങ്ങളിലൊന്നായ നോക്കിയ 5510 ലുക്സ് വെയർഡ് സൗണ്ട് ഗ്രേറ്റ് എന്ന സ്ലോഗനോടെ പുറത്തിറങ്ങിയ ഈ ഫോൺ കമ്പനിയുടെയും ആദ്യ ഡെഡിക്കേറ്റഡ് ഡിജിറ്റൽ മ്യൂസിക് ഡിവൈസ് എന്ന നിലയിലും പ്രശസ്തമാണ്. സാധാരണ മൊബൈലുകളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ ഡിസൈൻ, മധ്യത്തിൽ 84x48 പിക്സൽ മോണോക്രോം ഡിസ്പ്ലേയും ഇതിന്റെ ഇരുവശങ്ങളിലുമായി ക്വാർട്ടിക് കീബോർഡും ഈ ഫോണിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യാനാവാത്തതാക്കി. ലാൻഡ്സ്കേപ്പ് മോഡിൽ ഉപയോഗിക്കാനായി ഡിസൈൻ ചെയ്ത ഈ മോഡലിൽ സൈഡിൽ തന്നെ മ്യൂസിക് പ്ലെയറും FM റേഡിയോയും ഉപയോഗിക്കാൻ ക്വിക്ക് ആക്സസ് ബട്ടണുകളും നൽകിയിരുന്നു. നോക്കിയ 5510യുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ MP3 AAC മ്യൂസിക് പ്ലേയിങ് കഴിവായിരുന്നു. ബിൽറ്റ് ഇൻ ഗ്രാഫിക് ഇക്വലൈസർ ഉണ്ടായിരുന്ന ഈ ഫോണിൽ 64 MB ഇന്റേണൽ സ്റ്റോറേജ് ലഭിച്ചിരുന്നു. അന്ന് ഇത് ഏകദേശം 2 മണിക്കൂർ CD ക്വാളിറ്റി മ്യൂസിക് സൂക്ഷിക്കാൻ മതിയായിരുന്നു. USB വഴി PC-യുമായി കണക്ട് ചെയ്ത് നോക്കിയ ഓഡിയോ മാനേജർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പാട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനും സാധിച്ചു. മാത്രമല്ല ബിൽറ്റ് ഇൻ FM റേഡിയോയിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുള്ള ഓഡിയോ ഉപകരണങ്ങളിൽ നിന്നും മ്യൂസിക് റെക്കോർഡ് ചെയ്യാനും സാധിച്ചിരുന്നു. റേഡിയോയ്ക്ക് ഹെഡ്സെറ്റ് വയർ തന്നെയായിരുന്നു ആന്റിനയായി പ്രവർത്തിച്ചത്. ഈ ഫോൺ അടിസ്ഥാനപരമായി നോക്കിയ 3310യുടെ അതേ എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചത്. ഫോൺ ബുക്കിൽ 100 നമ്പറുകൾ ഫോണിന്റെ മെമ്മറിയിലും 250 നമ്പറുകൾ സിമ്മിലും സേവ് ചെയ്യാൻ സാധിച്ചു. 2 മുതൽ 9 വരെയുള്ള കീകളിൽ 8 സ്പീഡ് ഡയൽ എൻട്രികളും 8 വോയിസ് ഡയൽ എൻട്രികളും സപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ 10 മിസ് കോളുകളും 10 റിസീവ്ഡ് കോളുകളും 20 ഡയൽഡ് കോളുകളും രേഖപ്പെടുത്തുന്ന കോൾ രജിസ്റ്ററും ഉണ്ടായിരുന്നു. SMS മെസ്സേജിംഗ്, പിക്ചർ മെസ്സേജിംഗ്, ടെംപ്ലേറ്റുകൾ, സ്മൈലികൾ തുടങ്ങിയ ഫീച്ചറുകളും ലഭിച്ചിരുന്നു. WAP ബ്രൗസർ വഴി CST അല്ലെങ്കിൽ USSD കണക്ഷൻ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനും സാധിച്ചു. അന്നത്തെ ക്ലബ് നോക്കിയ പോലുള്ള സർവീസുകൾ ഉപയോഗിക്കാനായി ഈ ഫോണിൽ സാധിച്ചിരുന്നു. കൂടാതെ കാൽക്കുലേറ്റർ, സ്റ്റോപ്പ് വാച്ച്, കൗണ്ട് ഡൗൺ ടൈമർ, അലാം ക്ലോക്ക്, റിമൈൻഡർ എന്നിവയും ഉണ്ടായിരുന്നു. സ്നേക്ക് 2, സ്പേസ് ഇമ്പാക്ട്, ബമ്പർ തുടങ്ങിയ നിരവധി ഗെയിമുകളും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് നൽകിയിട്ടും യുവാക്കളെ ലക്ഷ്യമിട്ട ഈ എന്റർടൈൻമെന്റ് ഫോൺ വിലയും വലിയ സൈസും കാരണം വിപണിയിൽ വലിയ വിജയമായി മാറിയില്ല. പിന്നീട് ഇതിനു പകരം നോക്കിയ 3300 പുറത്തിറക്കിയെങ്കിലും നോക്കിയ 5510 ഇന്നും മൊബൈൽ ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തവും പരീക്ഷണാത്മകവുമായ മോഡലായി ഓർമ്മിക്കപ്പെടുന്നു.